ചെറിയൊരു പണിയുണ്ട്. ഷെയർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്ലൂ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ വീട് മുഴുവൻ വെച്ചിട്ടുണ്ട്. ഇത് ഒരു പുതിയ ഫ്ലാറ്റ് വാങ്ങിച്ചതാണ്. നിങ്ങളൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പല ഭാഗങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് ഇന്നത്തെ ജോലി. വീട് വൃത്തിയാക്കുന്നതിനേക്കാളും വലിയ പണിയായിരിക്കും അത്, ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ക്ലൂ ഹണ്ടാണ്. അത് കുറച്ച് ക്ലൂസ് ആണ്. അതിൻ്റെ ആദ്യത്തെ ക്ലൂ സ്വന്തം ഭർത്താവ് തന്നെ കൊടുക്കുന്നതാണ്. ഇപ്പൊ പറയും മലയാളം വായിക്കാൻ അറിയില്ല. ഭക്തിയാണല്ലോ എന്നിലും നിന്നിലും ഉള്ളത്. പൂജാമുറിയാണോ? എനിക്കറിയില്ല, പോയി നോക്കണം. പൂജാമുറി പോയി നോക്ക്. പൂജാമുറിയിൽ ക്ലൂ എല്ലാം ഉണ്ടോ എന്ന്. അവിടെ വൈനോ എനിക്കറിയാൻ പാടില്ല. ഭക്തിയാണ് സംഭവം, വിഷയം. സുജിത്ത് ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നതാ? ഇത് സുജിത്ത് ഗിഫ്റ്റ് തന്നതാണ്. ഏത് രാജ്യത്തു നിന്ന് വന്നതാണ്? ഇവിടെ കണ്ണൂരിന്ന് വാങ്ങിച്ചതാണ്. വിളക്ക്, ഭക്തി, പിന്നെ ഈ റൂമിൽ വേറെ ഒന്നും ഇല്ല. ഭക്തിയായിട്ടൊന്നും ഇല്ല. കഷ്ടപ്പെടത്തെ ഇതാണോ? ശരിക്കും ഈ ബാൽക്കണിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സൈഡിൽ നിന്നും കൊച്ചി കാണാം. ഇങ്ങനെ ഓരോ ക്ലൂവിലേക്ക് എത്തിച്ചോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഭക്തി എന്ന് പറയുമ്പോ ബുദ്ധനും വരും കേട്ടോ. ബുദ്ധനും വരും. അവിടെ വെള്ളമാ. ഇതാണോ? കണ്ട ചെടിച്ചട്ടിയുടെ അടിയിലിരിക്കുന്നത്. അത് പക്ഷെ ഭക്തി അല്ല കേട്ടോ. ഭക്തിയുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. സെക്കൻഡ് ആണോ? നമ്മുടെ ജീവിതം ഒരു ടേബിൾ ടെന്നീസ് ആണെന്ന്. ഏതെങ്കിലും ടേബിളിലുണ്ടാവും. ടേബിൾ ആണെങ്കിൽ അപ്പുറത്തായിരിക്കും. ടെന്നീസ് ആയതുകൊണ്ട് നീളത്തിലിരിക്കുന്ന ടേബിൾ ആവാം സാധ്യതയുണ്ട്. എന്നാലും നോക്കാം, അവിടെ പോവാം. നമ്മുടെ ജീവിതം ഒരു ടേബിൾ ടെന്നീസ് ആണ്. ഇതായിരിക്കും പരിസരം. അല്ല, ടേബിൾ പരിസരമായിരിക്കാം അല്ലേ? ചൂട് തണുപ്പ് പറയോ? ചൂട് തണുപ്പ്, ഹോട്ട് ഓർ കോൾഡ് എന്ന് പറയാം. അപ്പൊ ചൂടല്ല. അത് താണ്ടിരിക്കുന്നത് അതാണോ? അതല്ല. ഇപ്പുറത്ത് കൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല. യു നെവർ നോ. യു സീ. മൂന്നാമത്തെ ആണോ? ഭാര്യക്ക് ജോലി കൊടുക്കണമെന്ന് സഹായിക്കണ സ്നേഹമാണ്. ചുംബനത്തിന്റെ പല്ലുപോയ രണ്ട് ആത്മാക്കൾ പരസ്പരം പുണർന്നു നിൽക്കുന്നു. ബെഡ്റൂം ആയിരിക്കും. എന്റെ മാസ്റ്റർ ബെഡ്റൂം ആയിരിക്കും. മാസ്റ്റർ ബെഡ്റൂം ആണോ? ഞാൻ കൂടെ വരാം. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല. ചുംബനത്തിന്റെ ആത്മാക്കൾ പുണർന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോ ഇവിടെ ആത്മാക്കൾ പുണർന്നു നിൽക്കാൻ മാത്രമുള്ള ചിത്രങ്ങൾ ഇല്ല. ഇവിടെ രണ്ട് ആത്മാക്കളെ ഉള്ളൂ. അവരിപ്പോ പുണർന്നിട്ടുമില്ല. ഞങ്ങൾ വെറുതെ നിൽക്കുവാണ്. അത് പല്ലുപോയ ആത്മാക്കൾ എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഞങ്ങൾ പല്ലൊന്നും പോയിട്ടില്ല കേട്ടോ. ആയില്ലല്ലോ. ഇവിടെ അല്ല. പ്ലേസ്. ഈ റൂം അല്ലെന്ന് തോന്നുന്നു. ഈ സാധനങ്ങളൊക്കെ ശരിക്കും സെറ്റ് ചെയ്തതിന്റെ ഐഡിയാസ് ഒക്കെ ഐഡിയ ഒന്നുമില്ല. നമ്മള് ഇങ്ങനെയൊക്കെ തന്നെ, ഇതൊക്കെ ഇന്റീരിയർ ഡിസൈനറിന്റെ ഐഡിയ ആണ്. നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മളെ പ്ലാനിങ് അനുസരിച്ച് ചെയ്തു തന്നു. അതെ, സിമ്പിൾ. എന്നാലും എന്തായിരിക്കും പരസ്പരം പുണർന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോ അങ്ങനെ രണ്ട് ചിത്രങ്ങൾ ഇവിടെ ഇല്ല. പല്ല് തേക്കുന്ന ബാത്റൂമിലായിരിക്കും. നോക്കാം. പല്ലെന്ന് പറഞ്ഞപ്പോ ഉടനെ തലയിൽ വരേണ്ടതാ. അപ്പ അടുത്ത് വാ, അപ്പ എടുക്കാം. എന്താ പ്രശ്നം? നിന്റെ ഇത് പറഞ്ഞു കൊടുത്ത് എടുപ്പിക്കേണ്ട ഡ്രസ്സൊക്കെ എത്ര സഹായികളുണ്ട് നോക്കൂ. അതെ, എത്ര കഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ്. സ്നേഹം അമ്മയ്ക്ക്. നിന്നെയും എന്നെയും സ്വാതന്ത്ര്യമായി വായിച്ചു വന്ന പണി പോളും ഗൈസ്. നിന്നെയും എന്നെയും സ്വാതന്ത്ര്യമാക്കിയ നമ്മുടെ സ്വപ്നങ്ങളെ സഫലീകരിച്ച സ്ഥലം എന്തായിരിക്കും? അത് കല്യാണ മണ്ഡപമല്ലേ? എന്നാലും നിങ്ങൾ ഇത് എവിടെ കൊണ്ട് വെച്ചു? വാ, അമ്മയുടെ മുറി നോക്കാം. ഈ റൂമുകൾക്കൊക്കെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടല്ലേ? മൊത്തത്തിൽ ഒരു ഗ്രീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ആ ഒരു തീമിലാണ് ഫുൾ വീട് അങ്ങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ കട്ടിലും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഒരു ലൈറ്റ് ഗ്രീന്, അങ്ങനെ ഒരു ഗ്രേ സ്റ്റോൺ.
ആ കളർ പാലറ്റിലുള്ള തീമാണ് ഞങ്ങൾ കൂടുതലും ചെയ്തിരിക്കുന്നത്. ശ്വേതയ്ക്ക് കൂടുതൽ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇന്നും ഗ്രീൻ ആണ് ഇന്ന് ഡ്രസ്. ജസ്റ്റ് കോയിൻസിഡൻസ് ആയിട്ട് ഞാൻ ഇന്ന് ഗ്രീൻ എടുത്തിട്ട്. ഓ അത് ശരിക്കും ആരുടെ സജഷനാ? നിങ്ങൾ രണ്ടുപേരും കൂടെ ചൂസ് ചെയ്തോ അത് രണ്ടുപേർക്ക് ഇഷ്ടമാണ്? ഞങ്ങളുടെ പ്ലാൻ മൊത്തത്തിൽ വേറെ ആയിരുന്നു. ആ. നിങ്ങൾ വന്നു വീടിന്റെ കളർ ഞങ്ങൾ ആക്ച്വലി കുറെ തീരുമാനിച്ചിട്ട് ആ. കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി ഫേർണിച്ചറൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാല് ഞങ്ങൾ ഈ ഒരു കളർ പാലറ്റിൽ എത്തിയത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഒരു ഡിഫറെന്റ് ടൈപ്പ് യുണീക്ക് ആയിട്ട് ആന്റിക് സ്റ്റൈൽ ചെയ്യാനായിരുന്നു. പിന്നെ ചൈനയിൽ പോയി ഫേർണിച്ചർ എടുക്കാൻ പോയപ്പോ ഇങ്ങനത്തെ ഫേർണിച്ചർ ഒക്കെ കണ്ടപ്പോഴുണ്ടല്ലോ ഞങ്ങൾ ആന്റിക് അങ്ങ് വിട്ടു വീണുപോയി. അപ്പൊ അങ്ങനെ മാറിയതാണ് ഈ ഗ്രീനിലോട്ട്. ഒലീവ് ഗ്രീൻ ആയിരുന്നു, പിന്നെ ആ ഒരു പാലറ്റില് ഇതായി. ഇപ്പൊ ചൈനീസ് പ്രോഡക്റ്റുകളെ കുറിച്ച് സുജിത്തിന് അത്യാവശ്യം ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോ വീണു പോയെന്ന് പറയുമ്പോൾ അത് ശ്വേതയാണോ വീണത്? സുജിത്തിനും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു? ചൈനീസ് പ്രോഡക്റ്റിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഞാൻ തന്നെയാണ്. നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും വാങ്ങിപ്പോകും, വീണു പോകും. കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ക്വാളിറ്റി നല്ല സാധനമാണ്. നമ്മൾ ചൈന എന്ന് പറഞ്ഞാൽ നമുക്ക് ചൈന എന്ന് പറയുന്നത് ചാത്തൻ സാധനം മാത്രമല്ല, ചൈനയിൽ നല്ല സാധനങ്ങളാണ് കിട്ടുന്നത്. ഇവിടെ വരുന്ന ചാത്തനാന്നേ ഉള്ളൂ പലതും. ആ പെയിന്റിങ് ശരിക്കും വാങ്ങിച്ചതാണോ? അല്ലല്ല, ഇവിടെ ഉള്ള ഒരു പെയിന്റിങ്സ് വാങ്ങിച്ചതല്ല. ഇത് എന്റെ ഫ്രണ്ട്, എന്റെ മകൻ വരച്ചാണ് 4 വയസ്സുള്ള ബട്ടർഫ്ലൈ. ഇവിടെ ഉള്ള എല്ലാ പെയിന്റിങ്സും എന്റെ ഫ്രണ്ട് ലിങ്കു എന്ന് പറഞ്ഞ ആള് വരച്ചാണ്, എക്സെപ്റ്റ് 1. ബാക്കി ഇത് എന്റെ മകൻ വരച്ചതാ. നീ ക്ലൂ നോക്ക്, ഞാൻ നോക്കി അവിടെ ഉണ്ടാവും, നോക്ക്. അതാണ് കിടക്കുന്നത്. പഞ്ചസാര ടിന്നുകൾക്കുള്ളിൽ റെഫ്രിജറേറ്ററിന്റെ വാതിൽ. അത് നീ കണ്ടുപിടിച്ചോ? ഈസി ആയി കിച്ചൺ ഇത് കിച്ചൺ. എടുക്കരുത് കേട്ടോ. ഈ ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് നിങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട്? അതെ തീർച്ചയായും. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒരു ക്ലോസ്ഡ് കിച്ചണിൽ നമ്മളിവിടെ പണിയെടുക്കുക, അവരെല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കുക. സോ ആ ഒരു ഡിസ്റ്റൻസ് വരത്തില്ലേ, ആ ഒരു ഡിസ്റ്റൻസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഓപ്പൺ കിച്ചൺ വലിച്ചത്. അപ്പൊ ഇവിടെ ഇരുന്ന് ഞങ്ങൾ മിണ്ടുമ്പോഴും അവിടെ ഇതുള്ളപ്പോ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുമല്ലോ. ഇവിടെ ഓപ്പൺ ആണ്, പഞ്ചസാര ടിന്ന് നേരെ ആ കാണുന്ന ബാൽക്കണി സൈഡ് പഞ്ചസാര ടിന്ന്. നമുക്ക് നല്ലൊരു സ്പേഷ്യസ് ഫീൽ കിട്ടും. ആലോചിച്ച് ഇവിടെ ഒരു കഥക്, ഒരു ഫുൾ ഭിത്തി, ഒരു ഡോർ, കിച്ചൺ എൻറ്റയർലി ക്ലോസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മളൊക്കെ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ പോലും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കിച്ചണിൽ അവർക്ക് 2 ചായ ഒക്കെ വെച്ചാണെങ്കിലും ഇന്ററാക്ട് അല്ലേ? നീ ആ ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ വിമാനം എടുത്തു തരാം കേട്ടോ. അയരച്ചേര എടുത്തു തരാം. എവിടെ വെച്ചു? ടിഷ്യൂ പേപ്പർ കൊടുത്താ പോരെ? എന്താ അമ്മ ഇത്? ഒരു തീഷ്ണ സൗഹൃദത്തിന്റെ ആരോഗ്യകരമായ തുടർച്ച. ഈ ബാൽക്കണിയാണോ തുടർച്ച? ബാൽക്കണിയിൽ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് നോക്കി. ഇതെല്ലാം ലോകരാജ്യങ്ങളെല്ലാം ഉണ്ടല്ലോ ഇതിൽ. അടിപൊളിയല്ലേ? അത് നമ്മളൊരു വേൾഡ് മാപ്പ്. ശരിക്കും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്ന് ചില സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തത് ഓർക്കാൻ പറ്റും അല്ലെ? ഓർമ്മകൾ. ഏതെങ്കിലും സ്ഥലം ഇങ്ങനെ ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഒരു റൂട്ട് കാണിച്ചു തരുമോ? പിന്നെ തീർച്ചയായും. മോസ്കോന്ന് ഇവിടെ വരെ ബൈ റോഡ് പോയിട്ടുണ്ട്. മോസ്കോന്ന് ഏകദേശം ഇവിടെ വരെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഇവിടെ വരെ ഇതെന്ന് പറയുമ്പോ ഒത്തിരി വ്യത്യാസമുള്ള സ്ഥലങ്ങൾ. ഇവിടെ നിന്ന് ഇവിടെ വരെ 7 ടൈംസോളാ. ഇവിടെ തടി തന്നെ ചൂസ് ചെയ്തത് ശരിക്കും ആലോചിച്ചിട്ടാണോ? ചൂട് ഇങ്ങോട്ട് വരാൻ ഞാന് ഈ ഇത്രയും ഗ്രീൻ സ്പേസും മറ്റുമൊക്കെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു മാച്ചിങ്ങിന് വേണ്ടി ചെയ്തൊരു സംഭവം. കിട്ടി ബന്ധങ്ങളില്ലാതെ എന്ത് ബന്ധം? അപ്പൊ ഇതിന്റെ ഉള്ളിലായിരിക്കും ബന്ധങ്ങളില്ലാതെ ഗസ്റ്റുകളായിരിക്കും. ഈ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചി ഒത്തിരിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാല്ലേ? നമുക്ക് സ്റ്റേഡിയം കാണാം, ഷിപ്പ്യാർഡ് വരെ കാണാം. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുമ്പം ഹോൾഡിംഗ്, പിന്നെ ബൈപ്പാസിലെ ബിൽഡിങ്ങുകളൊക്കെ കാണാം. മെട്രോ ഇങ്ങനെ പോകുന്ന കാണാം.
നാളെ ഇനി കാക്കനാട്ടേക്ക് മെട്രോ വരുമ്പോ അതിങ്ങനെ അങ്ങോട്ട് പോകുന്നത് വേറെ കാണാം. JLS സ്റ്റേഡിയമിൽ മാച്ച് നടക്കുവാണെങ്കിൽ ഇവിടെ ഇരുന്നാൽ ആരവങ്ങൾ കേൾക്കാം. ആരവങ്ങൾ കേൾക്കാല്ലേ. വ്യൂ അല്ലേ, രാത്രിയാണ് നല്ലൊരു വ്യൂ എന്ന് പറയുന്നത് കിട്ടുന്നത്. അത് ഈ ഭാഗം, അപ്പുറത്തെ സൈഡില് വേറെ ഭാഗം. ബന്ധങ്ങളില്ലാതെ എന്ത് ബന്ധങ്ങളില്ലാതെ ബന്ധങ്ങളില്ലാതെ എന്ത് ബന്ധനം.